ഗായ്സ്, വെൽക്കം ടു മിലി ബേബീസ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അമൃതപ്പൊടി കൊണ്ട് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി കേക്കാണ്. അപ്പോൾ ഇത് 6 മാസം തൊട്ട് 3 വയസ്സുള്ള കുട്ടികൾക്കൊക്കെയാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് കിട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയരുത്. അപ്പോൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് വലിയവർക്കും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഫൈനൽ ലുക്കായത്. അതിൻ്റെ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് അമൃതപ്പൊടി ഇടുക. നമ്മൾ എത്ര അളവിനനുസരിച്ച് എടുക്കണം അതിനനുസരിച്ച് അമൃതപ്പൊടി ഇടുക കേട്ടോ. ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഇക്കുനും എനിക്കും കുട്ടിക്കും മാത്രമുള്ളതായതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് അമൃതപ്പൊടി എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു മുട്ട ഒഴിക്കുക. നമ്മൾ നിറയെ എടുക്കണമെന്നുണ്ടെങ്കിൽ മുട്ട 2 3 ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മധുരവും അമൃതപ്പൊടിയിലുള്ള മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിലവർ ഇതൊക്കെ മിക്സിയിലിട്ട് അടിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ മിക്സിയിലാക്കിയില്ല. അങ്ങനെ സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തു. എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് കൊക്കോ പൗഡറാണ്. അപ്പോൾ കുറച്ച് കൊക്കോ പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിട്ട് കൊടുത്തു. കാരണം അമൃതപ്പൊടിൻ്റെയും മുട്ടൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തു കേട്ടോ. കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് മുട്ടയും അമൃതപ്പൊടിയും കൂടെ ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അമൃതപ്പൊടിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് വരും തന്നെ ഉള്ളൂ, പക്ഷെ നന്നായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. കാരണം എന്താ പറഞ്ഞാൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അങ്ങനെ ഇത് നന്നായി ഇളക്കി മിക്സ് ആയിട്ടുണ്ട്. നല്ല പേസ്റ്റും അല്ല, എന്നാൽ നല്ല കട്ടിയിലും അല്ലാണ്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ അമൃതപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. കാരണം ഒരുപാട് ലൂസായി, അതുകൊണ്ട് ഞാൻ കുറച്ച് അമൃതപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഞാൻ പൊട്ടിക്കടല ഇടുന്നത്. പൊട്ടിക്കടല ഇടുന്നവർ പൊട്ടിക്കടല ഇടുക, നിലക്കടല ഇടുന്നവർ അങ്ങനെ ഇടുക. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഇട്ട് ഞാൻ നന്നായി ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇക്കുവാണ് ഇട്ട് തരുന്നത്. പിന്നെ ഞാനൊരു പാത്രത്തിൽ ചായച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് എല്ലാവിടെയും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അത് ഒട്ടാതിരിക്കാനാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ചെറുതായി ഒന്ന് ഒട്ടിയിട്ടാണ്. നമ്മൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. ഞാൻ പക്ഷെ നെയ്യാണ് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഞാൻ കുറച്ച് പഴവും കഷ്ണമാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒക്കെ സെറ്റാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഞാനൊരു പാത്രത്തിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാക്കാൻ. എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞിട്ട് ഇത് അതിലേക്ക് ഇറക്കി വെച്ചു കേട്ടോ. അത് നല്ല തിളക്കുണ്ടായിരുന്നു. ഞാൻ ഇതൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ വെക്കുന്നത്. നമ്മൾ മൂടി വെച്ച് കൊടുക്കുകയും ചെയ്യാം, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മൂടി വെച്ചിട്ട് നമുക്ക് മൂടി കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ മേലെ, ഈ ചായച്ചട്ടിൻ്റെ മേലെ അങ്ങനെയാണ് ഞാൻ മൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കേക്കൊന്ന് സെറ്റായി വന്നിട്ട് ഞാൻ ഫോർക്കും കൊണ്ട് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയിലൊക്കെ. എന്നിട്ട് ഞാൻ ചെറുതായി ഡിസൈനൊക്കെ കൊടുത്താണ് മേലെ. വെറുതെ ജസ്റ്റ് ഇങ്ങനെ വെന്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ മേലെ കൂടെ വെറുതെ ഇങ്ങനെ ആക്കി നോക്കിയതാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഫോർക്കും കൊണ്ട് കുത്തി നോക്കി. അപ്പം നല്ല സെറ്റായിട്ടുണ്ട്, കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ചായൻ്റെ ഒപ്പം അല്ലെങ്കിൽ വെറുതെ തിന്നാം, കുട്ടികൾക്കൊക്കെ കൊടുക്കാം. നമുക്കിതിൽ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്പോഞ്ച് പോലെ ഉണ്ടാവും കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമുക്ക് കമിഴ്ത്തി എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഫുള്ള് റൗണ്ടിൽ. അപ്പോൾ ഞാൻ മുറിച്ചിട്ടാണ് എടുത്തത്. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. പക്ഷേ ഇത് സോഫ്റ്റും അല്ല, ഒരുപാട് സോഫ്റ്റ് ആയില്ല, പക്ഷേ ഒരുപാട് കട്ടി ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കപ്പ് കേക്കൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവസാനം പ്ലേറ്റ് കാലിയായിട്ടോ. അപ്പം മിലൂസിനും ഇക്കുനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.